ഒരു സിനിമാ പോസ്റ്ററെങ്കിലും കാണാതെ ഒരു ദിവസം നമ്മളിൽ നിന്ന് കടന്നു പോകുന്നില്ല. അത്രമാത്രം നമ്മുടെ ജീവിതത്തോട് ചേർന്നതാണ് സിനിമാ പോസ്റ്ററുകൾ. സിനിമ ഉണ്ടായ കാലം മുതൽക്ക് ഇങ്ങോട്ട് ഒരു മാറ്റം പോലും വരാത്ത ഒരേയൊരു മാധ്യമം. ഇതൊക്കെ കൊണ്ട് കൂടിയാണ് ഇന്നും നമ്മളിൽ നിന്നും സിനിമാ പോസ്റ്റർ അന്യമല്ലാതെ നിൽക്കുന്നത്. ഒരൊറ്റ നോട്ടത്തിലൂടെ നമ്മുടെ മനം കവർന്ന് നമ്മളെ തിയേറ്ററുകളിലെത്തിച്ച പോസ്റ്ററുകൾ, അതിലെ താരങ്ങൾ നമ്മളായി, നമ്മൾ അവരുടെ ആരാധകരായി. സിനിമയുടെ ചുവരെഴുത്തുകളിൽ എവിടെയും പറയാതെ പോയ ചിലരുണ്ട്. പോസ്റ്റർ ഒട്ടിക്കുക. തിയേറ്ററിൽ പടം ഉണ്ടെന്ന് കാണിക്കുന്നത്, പടം ഇന്ന വെള്ളിയാഴ്ച മുതൽ ഇന്ന് ഈ ഡേറ്റ് മുതൽ റിലീസ് ഉണ്ട് എന്നുള്ളത് അത് പോസ്റ്ററിൽ കൂടി മാത്രമേ ഉണ്ടാവും. പോസ്റ്റും പേപ്പർ പബ്ലിസിറ്റിയാണ് മലയാള സിനിമയെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടുവന്നത്. അത് രണ്ടും ഇല്ലാണ്ട് ഒരു പേപ്പർ പബ്ലിസിറ്റി ഇല്ലാണ്ട് ടി വിയിൽ ഈ 100 തിയേറ്ററിൽ പടം റിലീസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ കേരളത്തിൽ 150 തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തില്ല. ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് സിനിമയ്ക്ക് സിനിമേൻ്റെതായ രീതിയുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് പോസ്റ്റ് നോക്കിയിട്ട് സിനിമ കയറുക, പേപ്പർ പബ്ലിസിറ്റി നോക്കിയിട്ട് തിയേറ്ററിൻ്റെ റിലീസ് മനസ്സിലാക്കാം. അതൊരു ഒരു സിനിമേൻ്റെ രീതിയാണത്. സിനിമ പോസ്റ്റ് ഒട്ടിക്കുന്ന വ്യക്തി തിയേറ്ററിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. സിനിമ ഓപ്പറേറ്ററിന് തുല്യമായിട്ട്, ഇപ്പോൾ ഓപ്പറേറ്റർ ഇല്ലെങ്കിലും കൂടി നമുക്ക് സിനിമ ഇന്നത്തെ പുതിയ ഡിജിറ്റൽ സമ്പ്രദായം അനുസരിച്ച് ഓപ്പറേറ്റർ ഇല്ലെങ്കിലും ഒരു കമ്പ്യൂട്ടർ പഠിച്ച ഏത് വ്യക്തിക്കും ഇപ്പോൾ സിനിമ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന വ്യക്തി ഇല്ലെങ്കിൽ സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ആർക്കും സാധിക്കില്ല. അത് ഒട്ടിച്ച് പരിചയമുള്ളവർക്ക് മാത്രമേ പറ്റൂ. ഇരുപത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇപ്പം തിയേറ്ററിലെ പോസ്റ്റ് ഒട്ടിപ്പും ഓൾ കേരള പോസ്റ്റ് ഒട്ടിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. വീട്ടിൽ ഭാര്യയും 2 പെൺപിള്ളേരും ഉണ്ട്. ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ +1 പഠിക്കുന്നു. പിന്നെ അന്നന്ന് കിട്ടി അന്നന്ന് ജീവിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. ഒരു പടത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിപ്പ് പരസ്യമാണ്. പരസ്യം ഉണ്ടെങ്കിൽ ആ പടം വിജയിക്കത്തുള്ളൂ, പരസ്യമില്ലെങ്കിൽ ഇല്ല. അത് പോസ്റ്റ് ഒട്ടിച്ചായാലും ശരി, ഫ്ലെക്സ് കെട്ടിയായാലും ശരി, എന്തായാലും ശരി, പരസ്യം ഉണ്ടെങ്കിലേ അത് വിജയിക്കത്തുള്ളൂ. Even the person who sticks a poster has many problems that are not even communicated to the rest of the team in the filmmaking process. For example, you stick a poster, the next day somebody else sticks a poster over it, or you stick a poster and the next day is the release and somebody tears it or defaces it. So actually the problems are many. I think that what happens is that there should be an organization, that there should be earmarked positions.
these posters are to be stuck over here, and these are for film posters, this is the place for film publicity. Plus there should be an organization of people who do this work so that they know their area of functioning and they are able to protect them. Because it's also a question of livelihood. How do they survive? ഇപ്പോൾ പോസ്റ്റർ ഒട്ടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അത് കീറി കളഞ്ഞാൽ സിനിമയ്ക്ക് മോശം, ജോലി ചെയ്ത ആൾക്ക് മോശം. അതുകൊണ്ട് it is very important that there is some organization among the people who are doing this work. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ പരക്കെ കേൾക്കുന്നത് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർ, തിയേറ്റർ വരെയുള്ള കാര്യങ്ങളാണ്. തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ നിൽക്കുന്ന ആളും സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്. പക്ഷേ നമ്മൾ തിയേറ്ററിലേക്കുള്ള ഒരു ക്ഷണം എന്ന് പറയുന്നതിന് കാരണമാകുന്നത് പഴയ സമ്പ്രദായം അനുസരിച്ച് മതിലിൽ നമ്മൾ കാണുന്ന ഇന്ന തിയേറ്റർ, ഇന്ന സമയത്ത്, ഇന്ന ഷോ, ഇന്ന സിനിമ എന്ന് പറയുന്നത് നമ്മളെ അറിയിച്ചു തരുന്നത് പോസ്റ്ററുകളാണ്. ഈ പോസ്റ്ററിന് പിന്നിൽ അത് മതിലിൽ പതിച്ചിരിക്കാൻ 25 ദിവസം, 100 ദിവസം, 200 ദിവസം ഓടുന്ന ചിത്രങ്ങൾക്കും ആഘോഷം പോലെ ഈ സൈക്കിളിനകത്ത് പോസ്റ്ററും കെട്ടിവെച്ച് പശയും കാച്ചി അതിനകത്ത് തുരിശ് കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഒട്ടിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഓറിയൻറ്റേഷനിൽ ഇല്ല. ഭയങ്കര കഷ്ടമാണ്. കാരണം അനിവാര്യത എന്ന് പറയുന്നതാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. എന്ത് ഫ്ലക്സ് വന്നാലും ശരി തന്നെ, എന്ത് FM റേഡിയോയിലൂടെ പരസ്യം വന്നാലും ശരി തന്നെ, ജനങ്ങൾ എപ്പോഴും ഒരു തിയേറ്ററിൻ്റെ ഒരു ഉള്ളടക്കം എടുക്കുന്നത്, അവിടെ ഏത് സിനിമ എന്നറിയുന്നത് തീർച്ചയായിട്ടും ഒരു കാറിൽ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന പോസ്റ്ററുകളാണ്. അപ്പോൾ സിനിമ വ്യവസായത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ പോസ്റ്റർ. ആ പോസ്റ്റർ നിങ്ങളുടെ കണ്ണും വെട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന വിഭാഗം. ഇന്ന് കേരളത്തിൽ സിനിമാ പോസ്റ്റർ ഒട്ടിപ്പുകാരുടെ എണ്ണം 100-ൽ താഴെയാണ്. 15, 20, 30, 35 വർഷങ്ങളായി ജോലി ചെയ്യുന്നവർ ഈ മേഖലയിലുണ്ട്. പലരും ഇതൊരു തൊഴിലായി കണ്ടല്ല വരുന്നത്, മറിച്ച് സിനിമയിൽ എന്തെങ്കിലും ആകാൻ ഇറങ്ങിത്തിരിച്ച് ഒന്നുമാകാതെ പോയവരാണ്. എനിക്ക് സിനിമാ മേഖലയുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ കുടുംബത്തിൽ അത്ര വരുമാനമൊന്നും ഇല്ല. ഞാനും വൈഫും അമ്മയും ഒക്കെ മാത്രമേ ഉള്ളൂ. ഞാനൊരു 10-17 വർഷം കൊണ്ട് ഈ ഫീൽഡിലാണ്. നമ്മൾ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഞാൻ 2 തിയേറ്ററിലാണ് പഠിക്കുന്നത്. വിശ്വാസം കൊണ്ടാണ് അവരെന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ സിനിമ ആരായിച്ച് തുടങ്ങിയപ്പോൾ മുതൽ സിനിമ പോസ്റ്ററിനുള്ള കമ്പം തുടങ്ങിയതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന് മുതൽ പോസ്റ്റർ അടി ഇറങ്ങിയില്ല. ഇന്ന് വരയ്ക്ക് ഇവിടെ തന്നെ നിൽക്കുക. എന്നുവെച്ചാൽ ഞാനും 3-4 ട്രിപ്പ് പോയി പല ജോലികൾക്കും പോയി. പക്ഷേ വീണ്ടും എന്നെ സിനിമാ ഫീൽഡിലോട്ട് ആകർഷിച്ചു വരിക. സിനിമാ തിയേറ്ററിനെ പറ്റി തിരിച്ചു പോകാൻ എനിക്ക് പറ്റത്തില്ല. ഇത് സഫയർ പ്രസ്. സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുമുള്ള പോസ്റ്ററുകൾ ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ ശിവകാശിയിലെ ഈ പ്രസ് തുടങ്ങിയിട്ട് 37 കൊല്ലങ്ങളായി. പ്രിൻറ്റിങ് വരുമ്പോൾ സിനിമ പോസ്റ്റേഴ്സ് മെയിൻ பிஸ்னஸ் எங்களுக்கு. மற்ற ஜாப் ஒர்க்கு பிஸ்னஸும் உண்டு. நம்ம நாடு இப்போ தான் வளர்ந்து வருது. இன்னும் 10-20 வருஷம் கழிச்சு இது காலம் மாறலாம். ஆனால் தற்காலம் கண்டிப்பாக பப்ளிசிட்டிஸ் தான் மெயின். அது ஒரு படத்துக்கு சக்ஸஸுக்கு அதுவும் ஒரு காரணம். என்னதான் பேப்பர் விளம்பரம், டிவி ஆடு வந்தாலும் இன்ன காலகட்டத்தில் இந்தியாவில் போஸ்டர்ஸு கண்டிப்பாக வேணும். பின்னாடி எப்போ மாறுதுன்னு எப்படின்னு சொல்ல முடியாது. ഇത് വരാനുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമയോടൊരു താല്പര്യം തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ 24 വർഷമായിട്ട് ഞാൻ ഈ പോസ്റ്റർ ഒട്ടിപ്പാണ് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കമ്പനിക്കാരുടെ പരാതികൾ ഒരുപാടാണ്. പോസ്റ്റർ ഒട്ടിക്കുന്നില്ല, പിന്നെ അവിടെ കീറിക്കളയുന്നു, നമ്മൾ പോസ്റ്റർ കീറുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പരാതികൾ. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, ഒട്ടിക്കുന്നു. അതുപോലെ തന്നെ പാർട്ടിക്കാർ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും
നമ്മുടെ മേളിലാണ് ഒട്ടിക്കുന്നത്. അവരുടെ ആ പോസ്റ്റ് മറച്ചൊട്ടിക്കുമ്പം പരാതിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ പോയി ഒരു പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് കീറേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ജോലി ചെയ്യുന്നു, കാശ് വാങ്ങിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് എത്രത്തോളം ഒട്ടിക്കാമോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് നമുക്കും നല്ലത്, നമ്മുടെ തിയേറ്ററിനും നല്ലത്. രാത്രികാലങ്ങളിൽ അപകടങ്ങൾ ഏറെയാണ്. തെരുവുനായ്ക്കളും മദ്യപാനികളും നിരന്തര ശല്യക്കാരാണ്. ചവറുകൂനകളിലും മറ്റു കുറ്റിക്കാടുകളിലും ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ. എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നുറക്കെ കരഞ്ഞാൽ പോലും ആരും തന്നെ ഇല്ലാത്ത ഇവരുടെ ജോലിയിൽ ദൈവങ്ങളും വീട്ടുകാരുടെ പ്രാർത്ഥനകളുമാണ്. തിയേറ്ററിനുള്ളിലെ വെള്ളിത്തിരയിൽ നന്ദിപ്രകാശനം മുതൽ സംവിധായകർ വരെ നീളുന്ന പേരുവിവരങ്ങളിൽ ഒരിക്കൽ പോലും ഇവരുടെ ആരുടെയും തന്നെ പേരുകൾ വരുന്നില്ല. എത്ര നടീനടന്മാർക്ക്, എത്ര ചലച്ചിത്ര പ്രവർത്തകർക്ക്, എത്ര പേർക്ക് ഇവരെ അറിയാം. അവരുടെ ചെറുതും വലുതുമായ പോസ്റ്ററുകൾ ഒറ്റയ്ക്കും ഏണിചാരിയും പരസഹായമില്ലാതെ അപകടാവസ്ഥയിൽ നിന്നും ജനങ്ങൾ ഏതുവഴി പോയാലും കാണത്തക്ക വിധത്തിൽ ചുവരുകളിലും ബോർഡുകളിലും പതിച്ച് തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റുമ്പോൾ ഇത് ഒട്ടിച്ചവനെ ആരും ഓർക്കാറില്ല. നമുക്ക് അസ്വസ്ഥനൊന്നുമില്ല. അല്ല, അത് നമ്മളെ ആശയമെല്ലാം സഹായിക്കണം മാത്രമേ ഉള്ളൂ. ഇതിൽ കിട്ടണ അല്ല പറ്റിയ പനിയോ അസുഖമെല്ലാം വന്ന് അതിനുള്ള സഹായമുള്ളൂ. അല്ല വേറെ സിനിമക്കാരോ അല്ല കമ്പനിക്കാരോ ഒരു 5 പൈസ നമുക്ക് സഹായിക്കാനൊന്നുമില്ല. വർഷം കൊണ്ട് പണിയായിരുന്നു. വേറെ പണിയൊന്നും അറിഞ്ഞുകൂടാ, ഈ പഠിക്കാനാണ് പോണത്. ചില പാർട്ടികൾ ഈ വെള്ളം അടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ പോസ്റ്റ് ഒട്ടിക്കല്, സിനിമ പോസ്റ്റ്, മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പോസ്റ്റൊക്കെ ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അമ്മരെ കൂടൊക്കെ അടിയൊക്കെ തരും. പോസ്റ്റ് കീറിക്കളായി. നമ്മളെ ജോലി നമ്മൾ നൈറ്റ് ഉറക്കം ഒഴിഞ്ഞ് നമുക്ക് ഈ മഴ ഒക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിക്കുമ്പോഴേ നമുക്ക് കൂലി കിട്ടുകയുള്ളൂ. ഒട്ടിച്ച് തീർന്നതിന് ശേഷം കൂലി തരുള്ളൂ. അങ്ങനെ മഴയൊക്കെ പെയ്താൽ ഒരു ദിവസം വേസ്റ്റാകും. അതായത് ഇപ്പം കഥയില്ലാത്തവരുടെ എന്ന് പറഞ്ഞത് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാരുടെ കഥയാണ് പറഞ്ഞത്. അവർക്ക് ഒരു കഥയില്ല, ഒരു അന്തവും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരിൽ നിന്നാണ് നമ്മുടെ ജീവിതം ഇത്രയും മുമ്പോട്ട് പോകുന്നത്. അവരിങ്ങനെ ഒട്ടിച്ചില്ലായിരുന്നെങ്കിൽ റോഡായിട്ട് ഏത് തിയേറ്ററിൽ ഏത് പടമാണ്, ആരാണ് ആർട്ടിസ്റ്റ്, ഒന്നും അറിയത്തില്ല. ഇവരെ നമുക്ക് മാറ്റി നിർത്തി സിനിമാ വ്യവസായം എന്ന് പറയുന്നത് പ്രേം നസീറിന് എത്രമാത്രമാണോ ഒരു പ്രബലതയുള്ളത്, മധുസാറിന് എത്രയാണോ, സത്യൻ മാഷിന് എത്രയാണോ അത്രയും തന്നെ ശക്തരാണ് ഈ ഒരു വിഭാഗം. അഭിനയിച്ചിട്ടുള്ള ആരെങ്കിലും ഈ പോസ്റ്റർ വന്ന് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കണ്ടിട്ടില്ല. വണ്ടി ഇതേപോലെ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡ് കൊണ്ട് നിർത്തിയിട്ട് അവർ നോക്കിയിട്ട് പോകും. നമുക്ക് ചായ കുടിക്കാൻ പോലും 10 പൈസ അവർ തരില്ല, അത് നോക്കിയാൽ അങ്ങ് പോകും. മാക്ട അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ തിയേറ്റർ അസോസിയേഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇവരൊക്കെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇതിൽ വന്നിരുന്ന തൊഴിലാളികളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു അധ്വാനത്തെക്കുറിച്ചോ അവരുടെ ഈ സിനിമ വിജയിപ്പിക്കുന്നതിലെ അവരുടെ റോളുകളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇവർക്ക് അവരുടെ വെൽഫെയറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു പോസ്റ്റ് ഒട്ടിച്ചാൽ 2 രൂപ 50 പൈസയാണ് കിട്ടുന്നത്. അതിൽ മാവ്, വിറക്, ഈ ചിലവെല്ലാം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതിൽ തുച്ഛമായ പൈസയെ കാണും. ഒരു പടത്തിന് കൂടിപ്പോയാൽ 100 പോസ്റ്റർ അല്ല 200 പോസ്റ്റർ എന്നിവയാണ് വരുന്നത്. അതിൽ ഒട്ടിപ്പു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സ്വന്തം ചിലവും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തുച്ഛമായ പൈസയെ കാണും. ഞാൻ ഇന്ന് വെളുപ്പിനെ 2 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇതുവരെയായിട്ട് ഒട്ടിപ്പ് തീർന്നിട്ടില്ല. ഇനിയും രാത്രി 2 മണിയായാലും തീരുന്ന കാര്യം സംശയമാണ്. എൻ്റെ അറിവിൽ തെങ്കാശിപ്പട്ടണം സിനിമ ഒട്ടിക്കാൻ പോകുമ്പോൾ കുന്നിക്കോട് വെച്ച് കച്ചി വണ്ടിയിൽ ഓട്ടോ കുരുങ്ങി വണ്ടി എടുത്തടിച്ച് അങ്ങനെ കുറച്ച് ദിവസം കാല് വയ്യാതെ കിടപ്പായിരുന്നു. അതും ആരും നോക്കിയൊന്നുമില്ല. നമ്മൾ എന്നിട്ടും വീണ്ടും നമ്മൾ തിയേറ്റർ ഈ ഫീൽഡിലോട്ട് തന്നെ വന്നു. ചില പടങ്ങളിൽ ഗ്ലാമർ കാണും, ചില പടത്തിൽ ഗ്ലാമർ ഇല്ല. ചിലവർ ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്ന ജനങ്ങളുണ്ട്.
അമ്മയും പെങ്ങളന്മാരെല്ലാം നിൽക്കുന്നതിൻ്റെ ബസ് സ്റ്റോപ്പുകളിലും കടകളിലും എല്ലാം ഒട്ടിക്കുമ്പോൾ അവർ രൂക്ഷമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. രാത്രി കാലങ്ങളിൽ പോലീസുകാരെ ഭയപ്പെടണം. എവിടെയെങ്കിലും മോഷണം പോയാൽ നമ്മളെ പിടിച്ചടിക്കാൻ വരും ആൾക്കാർ. രാത്രി ഏതെങ്കിലും ജംഗ്ഷനിൽ പോയി ഒട്ടിക്കാൻ കിടക്കുന്ന കട ആൾക്കാരുണ്ടെങ്കിൽ കടക്കാരിറങ്ങി വന്ന് അടിക്കാൻ വരും. കള്ളന്മാരാന്ന് പറയും. പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ അടിയും കൊണ്ടിട്ടുണ്ട്. പാർട്ടിയുടെ ഹർത്താലിന് വരെ പോസ്റ്റ് ഒട്ടിക്കാൻ പോയി അടി വാങ്ങിച്ചിട്ടുണ്ട്. എന്താ പറയുക, സിനിമ കാണാനുള്ള ഏറ്റവും കൂടുതൽ പ്രേരണ എന്താ എവിടെ നിന്നാണ്? പോസ്റ്റേഴ്സ് കണ്ടിട്ടാണ്. ഒരു പോസ്റ്റർ ഡിസൈൻ നോക്കിയിട്ടാണ് ഒരു പടം നല്ലതാണ് ചീത്തയാണെന്ന് ഇവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അതൊരു എനിക്കൊന്ന് മലയാള സിനിമ ഉറപ്പാണ്. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഈ പോസ്റ്റർ ഉണ്ടായിരിക്കും. ഇന്ത്യൻ സിനിമയുടെ ബി സെൻറ്റേഴ്സും സി സെൻറ്റേഴ്സിലെയും പിന്നെ വ്യവസായം നിലനിൽക്കുന്നത് പോസ്റ്ററുകൾ കൊണ്ടാണ്. കാരണം ഈ പോസ്റ്ററുകൾ കണ്ടിട്ടാണ് പിന്നെ ഗ്രാമങ്ങളിലെയും ഉൾഗ്രാമങ്ങളിലെയും ആൾക്കാർ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. സിനിമാ വ്യവസായത്തിന് ഏറ്റവും ആവശ്യകമായ ആൾക്കാരാണിവർ. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് പോസ്റ്റർ തൊഴിലാളികൾ. അവർക്ക് ഒരു സിനിമാ ഭ്രാന്ത് ഇല്ല എങ്കിൽ, ഒരു സിനിമാ ഭ്രാന്ത് എന്ന് തന്നെ പറയാം, അതില്ല എങ്കിൽ ഇവരൊരിക്കലും ഒരു പോസ്റ്റർ തൊഴിലാളിയായി മാറില്ല. കാര്യം ഇതിൻ്റെ വേതനം വളരെ തുച്ഛമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ട് പിന്നെ യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസുകളോ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ പിന്നെ ഒന്നും അല്ല ഇവരെ ഈ തൊഴിൽ ഇനിയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്. ഇത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം കഴിഞ്ഞു പോകും. രാത്രികാലം ഒന്നാമത് ഈ കാട് പിടിച്ച സ്ഥലങ്ങൾ ഇഴജന്തുക്കളുടെ ശല്യം, പട്ടിയുടെ ശല്യം, പിന്നെ പാർട്ടിക്കാരുടെ ശല്യം, മറ്റുള്ള അനാവശ്യ ശല്യങ്ങളൊക്കെ ഉണ്ട്. ആരും വെളിയിൽ നല്ലതൊക്കെ പോസ്റ്റ് ഒട്ടിക്കുന്ന ആരും നല്ലതൊക്കെ ആരും പറയുന്നില്ല. പിന്നെ റോഡിൽ അങ്ങൊന്നും പോസ്റ്റ് കാണാറില്ലെന്ന് പറയുന്നത് നമ്മൾ ഒട്ടിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർ വലിച്ചു കയറി കളഞ്ഞിട്ട് പോകും. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വാർത്ത അറിയുമ്പോൾ നമുക്കൊരു മനസ്സിന് വല്ലായ്മ ഒരു വിഷമമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന് മഴയായാലും വെയിലായാലും കണ്ടത് ഒട്ടിച്ചിട്ട് പോകുമ്പോൾ അത് മറ്റൊരാളും മനുഷ്യൻ വലിച്ചു കയറാൻ എളുപ്പമാണ്. നിസ്സാരം പോലെ വലിച്ചു കയറിക്കളയാം. ഒട്ടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ പാടുന്നു. ഒരു പോസ്റ്റ് ഒട്ടിക്ക് നമുക്ക് 2000 രൂപ കിട്ടും. ഈ 2000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഇതായിട്ട് പോകാൻ വലിയ പാടാണ്. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോസ്റ്റർ ഒട്ടിപ്പ് നിർത്തണം എന്നുള്ളതാണ്. ഇപ്പം പുതിയതായിട്ട് സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ. ശരിക്കും അതൊരു കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ പോസ്റ്ററിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇവർ കാശ് മുടക്കി പണം മുടക്കി പിന്നെ പടം പിടിക്കുന്നു. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടാൽ മതിയല്ലോ. തിയേറ്ററിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പോസ്റ്റ് ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ മൊബൈലിൽ തന്നെ അവരെല്ലാവരും കാണിപ്പിച്ചോട്ടെ, അതാണ് നല്ലത്. ഈ പോസ്റ്റ് ഒട്ടിപ്പ് എന്ന് പറയുന്ന ഒരു പഴയ സമ്പ്രദായം ഇതെനിക്ക് തോന്നുന്നൊരു 25 വർഷത്തിന് മുമ്പ് നമ്മൾ തുടങ്ങി സിനിമയുടെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ച ഈ ഒരു പരിപാടി ഇനി അവസാനിപ്പിക്കാറായി എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. പകരം നമ്മൾ ഈ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ സിനിമയ്ക്ക് കൂടുതൽ പ്രചരണം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഒരു നല്ലൊരു ശതമാനം പൈസ വരെ പ്രൊഡ്യൂസേഴ്സിന് ലാഭിക്കാൻ പറ്റും. കാര്യം ഇന്ന് പണ്ടത്തെ കണക്ക് ഒരു കടയുടെ തട്ടിയിട്ട് നോക്കിയോ ഇല്ലെങ്കിൽ സിനിമ പോസ്റ്റർ നോക്കിയോ ഇല്ലെങ്കിൽ അങ്ങനെ നോക്കാനുള്ള സംയോജനത്തിനില്ല. നോക്കിയോ അല്ല പടത്തിന് വരുന്നത്. പടത്തിന് വരുന്നത് സിനിമ നന്നാവണം, അതിലൊരു കഥയുണ്ടാവണം, അതിൽ കഥാപാത്രങ്ങളുണ്ടാവണം, കഥാപാത്രങ്ങൾക്ക് ജീവനുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ആൾക്കാർ വരും. നമ്മളെ സി ക്ലാസ് പോലുള്ള തിയേറ്ററുകളിലൊന്നും ഈ ഫേസ്ബുക്കിലൂടെയും പിന്നെ ഇതിലൊന്നും സംഭവം ക്ലിക്കാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുന്നതിലൂടെയാണ് നമ്മൾ കൂടുതലും പബ്ലിസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റർ നിർത്തലാക്കുന്നത് നമ്മളെ സി ക്ലാസ് ചെറിയ ചെറിയ തിയേറ്ററുകളെല്ലാം ബാധിക്കും. ഈ പോസ്റ്റർ നിർത്തലാക്കുക എന്നുള്ള പരിപാടി. ഞാൻ ഒരു പടം ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു 50, 30, 40, 3 6 ഞാൻ ഒട്ടിക്കൽ. 7 രൂപ ഒരു പോസ്റ്ററിന് 7 രൂപ കൊടുത്തിട്ടാണ് 30, 40 വാങ്ങുന്നത്. പിന്നെ 50 രൂപയാണ് ഒരു 6 ഷീറ്റിന് കൊടുക്കേണ്ടത്. ഇത് ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പോസ്റ്റർ കിട്ടാറില്ല. സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സി ക്ലാസ് നമ്മളെ പോലത്തെ ചെറിയ സി ക്ലാസ് ക്യാമ്പിലെല്ലാം ഈ പോസ്റ്ററിൽ ഒട്ടിച്ചിട്ടാണ് ആളുകൾ കണ്ടിട്ട് വേണം നമ്മളെടുക്കുക. തിയേറ്ററിൽ ആളുകൾ വേറെ, നമുക്ക് ഒട്ടിക്കാൻ പോസ്റ്റർ കിട്ടുന്നില്ല. അപ്പോൾ ആളുകളും അതിന് കണക്കായിട്ട് ആളുകളും കുറവാണ്. ഏതൊക്കെ മീഡിയകൾ ഉണ്ടായിരുന്നാലും ശരി, ഇപ്പോൾ സോഷ്യൽ മീഡിയകൾ ഉണ്ടായിരുന്നാലും ശരി, പോസ്റ്റർ ഒട്ടിച്ച ആൾക്കാർ കയറും. ഇപ്പോൾ ഓരോ ആൾക്കാർ ചെറിയ ചെറിയ ചായക്കടകളിലും മറ്റും ഇരുന്ന് ഏതാ പോസ്റ്റർ ഏതാ പടം എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോഴേക്ക് പോസ്റ്റർ ഒട്ടിച്ചാൽ മാത്രമേ ആൾ കയറുള്ളൂ. എന്നാലേ തിയേറ്ററിലെ പടം ഏതാണെന്ന് പോസ്റ്റർ ഒട്ടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ.
പോസ്റ്റ് ഒട്ടിക്കാൻ കൊടുത്താൽ തന്നെ മുഴുവൻ പോസ്റ്റ് ഒട്ടിക്കണ്ടോ എന്നുള്ളതും ഒരു ചോദ്യം പ്രസക്തമാണ്. ഒട്ടിക്കാൻ കൊടുക്കുമ്പോൾ കമ്പനിക്കാരെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പോസ്റ്റ് ഒട്ടിക്കാൻ കൊടുക്കുന്നവരുടെ കമ്പനിയിൽ ഒരാളെ കൂടെ വിടുക, അവരെ നേതൃത്വത്തിൽ വേണം ഒട്ടിപ്പിക്കുക. തിയേറ്റർ ഓണറാണ് പോസ്റ്റ് ഒട്ടിക്കുന്ന ആളെ ചുമതലപ്പെടുത്തുന്നത് വെക്കുന്നത്. പിന്നെ പോസ്റ്റ് ഒട്ടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അതാത് പടങ്ങൾക്കുള്ള ഡിസ്ട്രിബ്യൂട്ടർക്കാണ്. ഏതൊരു പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറോ ആ ഡിസ്ട്രിബ്യൂട്ടർ റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ 250 രൂപ ബാറ്റ കൊടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ആ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ആകെയുള്ള ജോലി ഈ പോസ്റ്റ് ഒട്ടിക്കലാണ്. പിന്നെ രാത്രി വന്നിട്ട് കളക്ഷൻ നോക്കലാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് റെപ്രസെൻറ്റേറ്റീവ് ഒരിക്കലും പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി കൂടെ പോവില്ല. അയാൾ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ കിടന്നുറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ പടം റിലീസിൻ്റെ അന്ന് രാവിലേക്കും റെപ്രസെൻറ്റേറ്റീവ് വരികയാണ്. ഞാൻ ഒരു 10-35 വർഷമായി സിനിമാവിൽ റെപ്രസെൻറ്റേറ്റീവ് വർക്ക് ചെയ്തത്. 10 വർഷം വർക്ക് ചെയ്തെങ്കിൽ അന്നത്തെ കാലത്തെ പോലെ അല്ല ഇന്ന്. അന്ന് വെച്ചാൽ നമുക്ക് ശമ്പളം കൂടാനും ആ കാശ് കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അന്നത്തെ കണ്ടീഷനാണെങ്കിൽ നമുക്ക് 250 രൂപ വേണം. ഈ 250 കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതായത് 3 നേരത്തെ ഭക്ഷണം. ഈ 3 നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്ന് കാണില്ല. 250 രൂപ നമുക്ക് രാത്രി കാപ്പി, ഉച്ചയ്ക്ക് പോകണം, രാത്രി ഭക്ഷണം, പിന്നെ കാണാം. പിന്നെ നമുക്കൊരു അസുഖം വന്നാലോ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ആരും നമ്മളെ സഹായിക്കില്ല. എല്ലാ സ്റ്റാഫിനും ഓണത്തിന് ബോണസ് ഉണ്ട്. നമുക്കത് ഈ റെപ്രസെൻറ്റേറ്റീവ് സംഘടനയില്ല. റെപ്രസെൻറ്റേറ്റീവ് വ്യക്തിക്കും സംഘടനയില്ല. അവർക്കൊരു ആനുകൂല്യങ്ങളില്ല. ക്യാമ്പ് ഉണ്ടെങ്കിൽ മാത്രം ഉണ്ട്, ഇല്ലെങ്കിലില്ല. ശമ്പളം അല്ലാതെ ശമ്പളം. അപ്പം നമ്മൾ ഒരു ആഴ്ച 7 ദിവസം തീരെ അത്തിഞ്ഞാൽ ആ 7 ദിവസം കൊണ്ട് 250 വെച്ചു. അല്ല പിന്നെ നമുക്കില്ല. പിന്നെ നമുക്ക് ശമ്പളം എന്ന് പറഞ്ഞത് ഇല്ല, ബോണസ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഇവരൊക്കെ ചെയ്ത ജോലികൾ, ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന ആളുകൾ ചെയ്ത ഒത്തിരി സേവനങ്ങൾ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ കാലാകാലങ്ങളിലായിട്ട് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അവർക്ക് രാത്രിയിൽ ഉറക്കമില്ല എന്നുള്ളതാണ്. ദിവസവും അവർ രാത്രിയിൽ 10 മണി അല്ലെങ്കിൽ 11 മണിക്ക് ശേഷം സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഇവർ ഏതെങ്കിലും കാട്ടിനുള്ളിലൊക്കെ നിന്ന് എവിടെയെങ്കിലും മതിലിൻ്റെ പുറത്ത് കയറി വളരെ മോശമായ സാഹചര്യത്തിൽ നിന്നാണ് അവർ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ആ ജോലി ചെയ്യുന്നത്. അത് വളരെ നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അവരുടെ കഷ്ടപ്പാടുകൾ അനുസരിച്ച് ഒത്തിരി അവർക്കാണെങ്കിൽ യാതൊരു ആനുകൂല്യവും കിട്ടുന്നില്ല. സർക്കാരിൽ നിന്ന് പോലും ഒരു ആനുകൂല്യം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല. പുതിയ തലമുറകളൊന്നും സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി വരുന്നില്ല. ആ ജോലിയിലേക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ആകർഷിക്കുന്നില്ല. ഒന്ന് ശമ്പളക്കുറവുണ്ടോ അല്ലെങ്കിൽ ജോലിയില്ല, ഒരു 2ാം നമ്പർ ജോലി എന്നില്ല അതിനെ അധിക്ഷേപിക്കുന്നുണ്ടോ എന്നറിയില്ല. ഏറ്റവും കുറഞ്ഞ വേതനം പറ്റുന്ന ഒരു വിഭാഗമാണ് പോസ്റ്റ് ഒട്ടിക്കുന്ന വിഭാഗം. അപ്പം മലയാള സിനിമൻ്റെ ഏറ്റവും കുറഞ്ഞ വേതനം പറ്റുന്ന അത് സിനിമ പോസ്റ്റ് ഒട്ടിക്കൽ മുതലാണ്. സിനിമയുടെ സിനിമയുടെ ദൃശ്യപരമായിട്ടുള്ള ബിംബം വാസ്തവത്തിൽ ആ പോസ്റ്റർ ആണ് കൈകാര്യം ചെയ്തു. ഒരു ഏറ്റവും കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് പോസ്റ്റർ. കാരണം പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു ക്ലിയറും നിരന്തരവുമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന പോസ്റ്ററുകളുണ്ട്. പോസ്റ്റേഴ്സും ഹോർഡിങ്സും കൊണ്ട് ചെയ്യാനുള്ളതിൻ്റെ ഇമ്പാക്റ്റ് അത് പ്രേക്ഷകരിലേക്ക് എത്തിപ്പെടുന്നത് മറ്റൊരു മാധ്യമത്തിൻ്റെ പോസ്റ്റേഴ്സിൻ്റെ പ്രാധാന്യം ഇന്ന് ഈ പോസ്റ്ററിൻ്റെ ഒരു ശൃംഖലയിലെ അവസാന അറ്റം വരെ എത്തുന്ന ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകളെയുള്ള ഈ ഒരു കുടുംബത്തിൻ്റെ ഈ അംഗങ്ങളുടെ പരിതോവസ്ഥ എന്താണെന്ന് കണക്കിലെത്തി അവർക്ക് വേണ്ട വാസ്തുവിക പ്രോത്സാഹനവും സഹായവും ഒക്കെ ഈ സിനിമാ കുടുംബത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും വേണ്ടതാണ്. നിർഭാഗ്യവശാൽ അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. നമുക്ക് സിനിമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന താരങ്ങളും മറ്റു കാര്യങ്ങളിലും മാത്രമേ താല്പര്യമില്ല. സിനിമയുടെ വെള്ളി വെളിച്ചത്തിനും വളരെ അകലെ സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവർ അങ്ങനെ എത്രയെത്ര. ഈ മനുഷ്യൻ എക്കാലത്തെയും പോസ്റ്റർ ഒട്ടിപ്പുകാരുടെ പ്രതിനിധിയാണ്. സർവ്വതും തിയേറ്ററിനും പോസ്റ്ററിനുമായി നീക്കിവെച്ച് ഒടുവിൽ നിറം മങ്ങിയ പോസ്റ്റർ പോലെ.
35 വർഷം നൂറ്റിയാറിലുണ്ടായിരുന്നു നോവിൽ. അപ്പം പഴയതുപോലെ ഏണി എടുത്തുകൊണ്ട് നടക്കാൻ വയ്യ. മറ്റേ സിനിമ പോസ്റ്റാകുമ്പോൾ ഏണിയൊക്കെ എടുത്തുകൊണ്ട് ഒട്ടിക്കാൻ പോകണം, മുകളിലേക്ക് കയറണം. അതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ മതിയായി. കുഴപ്പമില്ല, പോകണം. ഇതിനോടുള്ള ജീവിതമേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. പെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സംഘടനകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അസോസിയേഷൻ്റെ ഇതിലൊക്കെ ചേർന്നിട്ട് അവരെല്ലാം പറ്റിച്ചളഞ്ഞു. ഇന്നസെൻറ്റിൻ്റെ അമ്മയുടെ ഇതിൽ വന്നപ്പോൾ നമ്മൾ ചേർന്നതാണ്. അതൊക്കെ അവർ പറ്റിച്ചളഞ്ഞു. പൈസ പിരിച്ച തന്നെ മിച്ചം നമ്മുടെ കയ്യിൽ നിന്ന്. കൈയും കാലിനും ഇപ്പോൾ ആവതുണ്ട്, അതുകൊണ്ട് ഒട്ടിക്കൊണ്ട് പോകണം. താഴത്ത് ഞാണി കയറാൻ വയ്യ, പൊക്കത്തിൽ ഞാണി കയറാൻ വയ്യ. അതിന് സിനിമ പോസ്റ്റ് മതിയാക്കി 1 വർഷമായി നിർത്തിയിട്ട്. ഞാൻ 35 വർഷമായിട്ട് ന്യൂസിയറിലാണ് ജോലി ചെയ്തത്. ഈ 30 കൊല്ലമായിട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് ഇറങ്ങി വന്നപ്പോൾ എന്തെങ്കിലും തരത്തിൽ തിയേറ്റർ പാർട്ടിയും ചെയ്തിട്ടില്ല, കമ്പനിക്കാരും ചെയ്തിട്ടില്ല.